17ാമത്തെ ചോദ്യം. 2 small ball having mass m and 2m are attached to the both end of a rigid rod of length d and negligible mass. If the angular momentum of this system is L about an axis A passing through the center of mass and perpendicular to the rod, then the angular velocity, system of particles and rotational motion, നമ്മുടെ മൊമെന്റ് ഓഫ് ഇനർഷ്യ അതേപോലെ തന്നെ ആംഗുലാർ മൊമെന്റം ആംഗുലാർ വെലോസിറ്റി എല്ലാം കണക്ട് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഫിഗറിൽ തന്ന ഡാറ്റ എഴുതാം. 2 ചെറിയ ബോളുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതേപോലെ 2 ചെറിയ ബോളുകളുണ്ട്. ഇവരുടെയൊക്കെ മാസ് ക്വസ്റ്റിൽ തന്നിട്ടുണ്ട്. ആദ്യത്തെ ആളുടെ മാസ് എം, ദെൻ 2m. ഈ 2 പേരും മാസ് ഇല്ലാത്ത ഒരു റോഡ് വഴി അവർ പരസ്പരം കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ 2 പേരും തമ്മിലുള്ള ദൂരം, ഈ 2 പേരും തമ്മിലുള്ള ദൂരത്തിന് നമുക്ക് എന്തെന്ന് എഴുതാം? ഡി എന്ന് എഴുതാം. ഇഫ് ദ ആംഗുലാർ മൊമെന്റം ഓഫ് ദ സിസ്റ്റം, ഈ സിസ്റ്റത്തിന്റെ ആംഗുലാർ മൊമെന്റം എബൌട്ട് ആൻ ആക്സിസ് എ പാസിംഗ് ത്രൂ ദ സെന്റർ ഓഫ് മാസ്. അപ്പോൾ ഈ 2 പേർക്കും ഒരു സെന്റർ ഓഫ് മാസ് ഉണ്ടാവും. 2 പേർക്കും ഈക്വൽ മാസ് ആണെങ്കിൽ കറക്റ്റ് d/2 പക്ഷെ 2 പേർക്കും ഒരേ മാസ് അല്ല. ഇതിനാണ് മാസ് കൂടുതൽ. മാസ് കൂടിയ ഭാഗത്തേക്ക് സെന്റർ ഓഫ് മാസ് ഷിഫ്റ്റ് ചെയ്യും. അതുകൊണ്ട് ഇവിടെ എവിടെയെങ്കിലും ആയിരിക്കും അവരുടെ സെന്റർ ഓഫ് മാസ് ഉണ്ടാവുക അല്ലേ? അപ്പോൾ കറക്റ്റ് സെന്ററിലാണ് സെന്റർ ഓഫ് മാസ് എന്ന് തെറ്റിദ്ധരിക്കാൻ പാടില്ല. അപ്പോൾ ഇതുപോലെ ആയിരിക്കും അവർ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടാവുക. സോ ഈ രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഇത് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അതിന്റെ സെന്റർ ഓഫ് മാസിന് ചുറ്റും റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് അതിന്റെ ആംഗുലാർ മൊമെന്റം, ആ സമയത്തുള്ള അതിന്റെ ആംഗുലാർ മൊമെന്റം L ആണെങ്കിൽ വാട്ട് ഷുഡ് ബി ദ ആംഗുലാർ വെലോസിറ്റി? അപ്പോൾ ആംഗുലാർ മൊമെന്റം L ആണ്. സോ വാട്ട് ഇസ് ആംഗുലാർ വെലോസിറ്റി? ഒമേഗ. അപ്പോൾ നമുക്ക് ചെയ്തു നോക്കാം. ഇത് ചെയ്യേണ്ട ഒരു മെത്തേഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വി നോ ദാറ്റ് ആംഗുലാർ മൊമെന്റം L is equal to I ഒമേഗ. അപ്പോൾ എന്താണ് ആംഗുലാർ മൊമെന്റത്തിന്റെ ഫോർമുല? L equal to I ഒമേഗ. ആംഗുലാർ മൊമെന്റം L ആണെന്ന് ക്വസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഒമേഗയാണ് വേണ്ടത്. therefore ആംഗുലാർ വെലോസിറ്റി is equal to L divided by I. ഓപ്ഷൻസിലും L ഉണ്ട്. അപ്പോൾ ആംഗുലാർ മൊമെന്റം L എന്ന് എഴുതിയാൽ മതി. അപ്പോൾ ഇനി ആകെയുള്ള കാര്യം എന്താണെന്നറിയോ? ഈ സിസ്റ്റത്തിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ കണ്ടാൽ മതി. കാരണം I അല്ലേ, മൊമെന്റ് ഓഫ് ഇനർഷ്യ കിട്ടിയത് നമുക്ക് ആൻസർ ആയി. അപ്പോൾ ഇവരുടെ മൊമെന്റ് ഓഫ് ഇനർഷ്യ കാണണം. ഈ സിസ്റ്റത്തിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ കാണാൻ നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, ഈ സിസ്റ്റത്തിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ വേണം. ഞാൻ ഫിഗർ ഇങ്ങോട്ട് മാറ്റാം. അപ്പോൾ ഇതിൽ പല മെത്തേഡ് വെച്ച് നമ്മൾ ചെയ്യാറുണ്ട്. ഞാനൊരു കാര്യം ചെയ്യട്ടെ. ഈ ഒരു ഫസ്റ്റ് പോയിന്റ് ഉണ്ടല്ലോ, അതിനെ എനിക്ക് ഒറിജിൻ ആക്കി എടുക്കാം 0 0. കാരണം ഏതും തുടങ്ങുന്ന ആളെ നമുക്ക് ഒറിജിൻ ആക്കി എടുത്തൂടെ. അപ്പം ഞാൻ ഇവിടെ നിന്നാണ് ഓടുന്നതെങ്കിൽ ഓടുന്ന സ്ഥലത്തിന് എനിക്ക് ഒറിജിൻ ആക്കി എടുക്കാം. അപ്പം ഞാൻ ഇതിന് ഒറിജിൻ ആക്കി എടുത്തു 0 0. ഇനി ഇവിടെ മുതൽ ഇതുവരെയുള്ള ദൂരം D ആണെന്ന് ക്വസ്റ്റിൽ തന്നു. ഇവിടെ മുതൽ ഇതുവരെയുള്ള ദൂരം 2 ആണെങ്കിൽ ഇതിന്റെ കോർഡിനേറ്റ് 2,0 അല്ലേ വരുന്നുണ്ടാവുക. ഇവിടെ മുതൽ ഇതുവരെയുള്ള ദൂരം 3 ആണെങ്കിൽ ഇത് 3,0. ഇവിടെ മുതൽ ഇതുവരെയുള്ള ദൂരം D ആണെന്ന് ക്വസ്റ്റിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് അതിന്റെ കോർഡിനേറ്റ് എനിക്ക് എന്ത് എഴുതാം? D,0. D,0. സ്റ്റാർട്ടിങ്ങിന്റെ ആളെ ഞാൻ എന്ത് വിളിച്ചു? 0 എന്ന് വിളിച്ചു. എനിക്ക് എന്താ വേണ്ടതെന്ന് അറിയോ? ഈ സെന്റർ ഓഫ് മാസിന്റെ എന്ത് വേണം? കോർഡിനേറ്റ് കണ്ടുപിടിക്കണം. സെന്റർ ഓഫ് മാസിന്റെ കോർഡിനേറ്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എക്സ് സെന്റർ ഓഫ് മാസ് ഇസ് ഈക്വൽ ടു m1x1 പ്ലസ് m2x2 ദ ഹോൾ ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2. അപ്പോൾ ആദ്യത്തെ ആളുടെ മാസ് m1, x1 എന്ന് പറയുമ്പോൾ ആദ്യത്തതിന്റെ എക്സ് കോർഡിനേറ്റ് അതെന്താണ്? 0 ആണ്. പ്ലസ് m2 രണ്ടാമത്തെ ആളുടെ മാസ് 2m, x2 അതിന്റെ എക്സ് കോർഡിനേറ്റ്, രണ്ടാമത്തെ ആളുടെ എക്സ് കോർഡിനേറ്റ് എന്താണ്? D ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2. 2m പ്ലസ് m എത്ര വരും? 3m. എല്ലാത്തിലെയും എമ്മിനെ നമുക്ക് ക്യാൻസൽ ചെയ്ത് ഒഴിവാക്കാം. സോ ദാറ്റ് ഇസ് ഈക്വൽ ടു 2d ഡിവൈഡഡ് ബൈ 3. ഇതാണ് എക്സ് കോർഡിനേറ്റ് ഓഫ് ദ സെന്റർ ഓഫ് മാസ്. അതായത് ഇതിനല്ലേ ഞാൻ ഒറിജിൻ ആക്കി എടുത്തിട്ടുള്ളത്. അപ്പൊ അവിടെ മുതൽ ഇതുവരെയുള്ള ദൂരം നമ്മൾ കണ്ടുപിടിച്ചു. എത്രയാണ്? 2d ഡിവൈഡഡ് ബൈ 3. പിന്നെ ഈ ദൂരം നമ്മൾ കാണേണ്ട ആവശ്യമില്ല. ടോട്ടൽ ദൂരം d ആണെങ്കിൽ 2d/3 അവിടെ പോയിട്ടുണ്ടെങ്കിൽ ബാക്കി ഇവിടെ ഉറപ്പായിട്ടും d/3 അല്ല. സബ്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം. ഇനി എനിക്ക് എന്താ വേണ്ടത്? ഇതിന് ചുറ്റും റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ സെന്റർ ഓഫ് മാസ് ആണ്. ഓക്കെ, സെന്റർ ഓഫ് മാസ് അല്ല, സെന്റർ ഓഫ് മാസിന് ചുറ്റും റൊട്ടേറ്റ് ചെയ്യുമ്പോഴുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ. മൊമെന്റ് ഓഫ് ഇനർഷ്യ ഒരു പാർട്ടിക്കിളിനത് mr² ആണ് അല്ലെ, m×r². r എന്ന് പറയുകയാണെങ്കിൽ സെന്റർ ഓഫ് മാസിൽ നിന്ന് ഇങ്ങോട്ടുള്ള ദൂരം. ഒന്നിലധികം പാർട്ടിക്കിൾ ഉണ്ടെങ്കിൽ ടോട്ടൽ മൊമെന്റ് ഓഫ് ഇനർഷ്യ കിട്ടാൻ 2 കൂടി ആഡ് ചെയ്താൽ മതി. അപ്പോൾ ഇതിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ ലെറ്റ് ഇറ്റ് ബി I1, ഇത് I2 ആണെങ്കിൽ ടോട്ടൽ മൊമെന്റ് ഓഫ് ഇനർഷ്യ കിട്ടാൻ നമുക്ക് 2 കൂടി ആഡ് ചെയ്യാം. I1 എന്ന് പറയുമ്പോൾ ഇതിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ എബൌട്ട് ഈ പോയിന്റ്, അപ്പൊ mr². അതിന്റെ മാസ് m ആണ്. r എന്ന് പറയുമ്പോൾ ഇവിടെ മുതൽ ഇതുവരെയുള്ള ദൂരം, അതാണ് ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ചത് 2d/3. അപ്പൊ 2d/3 അല്ലെ, ദ ഹോൾ സ്ക്വയർ. അപ്പൊ mr² പ്ലസ് I2 രണ്ടാമത്തതിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ, അതും mr². അതിന്റെ മാസ് 2m. r എന്ന് പറയുമ്പോൾ സെന്റർ ഓഫ് മാസിലേക്കുള്ള ദൂരം, അത് d/3 ദി ഹോൾ സ്ക്വയർ. സോ ദിസ് ഈസ് ഈക്വൽ ടു m ഇൻറ്റു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ 2 3 ഉണ്ട്, സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ 4d² ഡിവൈഡഡ് ബൈ 9 പ്ലസ് അതേപോലെ നമുക്ക് ഇവിടെയും ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം 2m ഇൻറ്റു d² ഡിവൈഡഡ് ബൈ 9.
സോ ഇവിടെ 9 കോമൺ ഡിനോമിനേറ്റർ ആണ്. ന്യൂമറേറ്ററിൽ 2ഉം 4ഉം ഉണ്ടല്ലോ. അപ്പോൾ 6md². 6ഉം അതേപോലെ 9ഉം വേണമെങ്കിൽ നമുക്ക് ക്യാൻസൽ ചെയ്ത് ഒഴിവാക്കാം. സോ ദെയർഫോർ ടോട്ടൽ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഈസ് ഈക്വൽ ടു 2md² ഡിവൈഡഡ് ബൈ 3. ഇതാണ് ഈ സിസ്റ്റത്തിന്റെ സെന്റർ ഓഫ് മാസിന് ചുറ്റുമുള്ള ടോട്ടൽ മൊമെന്റ് ഓഫ് ഇനർഷ്യ. ആ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി അല്ലേ. നമ്മൾ നേരിട്ട പ്രശ്നം നമുക്ക് മൊമെന്റ് ഓഫ് ഇനർഷ്യ അറിയില്ല എന്നായിരുന്നു. അത് നമ്മൾ കണ്ടുപിടിച്ചു. L ഡിവൈഡഡ് ബൈ I അല്ലേ. ഐയുടെ വാല്യൂ എത്രയാണ്? 2md² ഡിവൈഡഡ് ബൈ 3. ആ 3നെ വേണമെങ്കിൽ നമുക്ക് മേലേക്ക് എഴുതാം. സോ ദ ഫൈനൽ ആൻസർ വിൽ ബി 3L ഡിവൈഡഡ് ബൈ 2md², ഓപ്ഷൻ 1.